ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ദീപാവലി ആശംസകൾ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്, ഒരു ദീപാവലി സ്പെഷ്യൽ ലഡു. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഈ കപ്പിന് ഒരു 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറാണ്, യെല്ലോ ഫുഡ് കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഉപയോഗിക്കാം. ഇനി അതിലേക്ക് അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പ് ഇടാവുള്ളൂ. ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ദോശമാവൊക്കെ കലക്കുന്ന അതേ ദോശമാവിൻ്റെ ബാറ്റർ ആയിരിക്കണം. വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ അളവിൽ മാവ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കെട്ടാതെ വേണം ഇത് നമ്മൾ മാവ് കുഴച്ച് കലക്കി എടുക്കാനായിട്ട്. അപ്പം ഇതുപോലുള്ളൊരു വിസ്ക് ഉപയോഗിച്ചോ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. പക്ഷെ നല്ല കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് മാവിനെ കലക്കിയെടുക്കാം. വെള്ളം ഒത്തിരി അങ്ങ് ഒഴിക്കരുത്, കുറേശ്ശെ വീതം ഒഴിക്കാവുള്ളൂ. ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. കുറേശ്ശെ വീതം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്താൽ എളുപ്പമാണ്. പെട്ടെന്ന് നമ്മുടെ മാവ് റെഡിയായി കിട്ടും. പിന്നെ ഇങ്ങനെയുള്ളൊരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ലഡുവിന് ബൂന്തിയല്ലേ ഉണ്ടാക്കണ്ടേ, അപ്പം ബൂന്തി ഉണ്ടാക്കാനുള്ള മാവാണ്. നമ്മുടെ ബൂന്തി റെഡിയാക്കാനുള്ള മാവ് ഇവിടെ കട്ടയില്ലാതെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വേണം ഈ മാവിനെ ഒഴിച്ചെടുക്കാം. അതിനു വേണ്ടി ഇങ്ങനെ ഒരു കണ്ണാപ്പ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ മാവ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എല്ലാ വശത്തോട്ടും നമ്മുടെ ബൂന്തികൾ കുറേശ്ശെ വീതം ഇട്ട് എല്ലാ ബൂന്തിയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ബൂന്തി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ പാനിയാക്കി എടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ്
വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ പഞ്ചസാര പാനി തയ്യാറാക്കണം. നല്ല തിളച്ച് വരണം. നമ്മുടെ പഞ്ചസാര ഇപ്പം നല്ല ഒരുമാതിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കയ്യിലൊന്ന് ഒട്ടുന്ന പരുവമാകുമ്പോഴത്തേക്കും ഇങ്ങനെ തൊട്ട് നോക്കണം. ഒന്ന് വലിയണ്ട, അല്പം ഒന്ന് ഒട്ടുന്ന പരുവത്തിൽ ഞാനൊരു 4-5 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, 1 സ്പൂൺ പഞ്ചസാര ഇത് വെച്ച് പൊടിച്ചിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഏലക്കയുടെ തൊലിയൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 ഗ്രാമ്പു അതും കൂടെ ഏലക്കയുടെ കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ പൊടിച്ചു വച്ചിരിക്കുന്ന ബൂന്തി കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കണ്ടേ, ആ പരുവത്തിൽ ഒന്ന് വരണം. അതിനാണ് നമ്മുടെ പഞ്ചസാര ഒരല്പം കട്ടിയിൽ എടുക്കുന്നത്. ഇതൊന്ന് ടൈറ്റായി വരുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ടൈറ്റായി വരണം. നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു 10-15-20 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലഡു ഷേപ്പിൽ ബോളാക്കി എടുക്കാം. ലഡുവിൻ്റെ മിക്സ് ഇവിടെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ലഡുവിൻ്റെ ഷേപ്പിലായിട്ട് ഓരോ ബോളായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് നല്ല മുറുക്ക പ്രസ് ചെയ്യാം. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചേക്കുന്നത് കൊണ്ട് നെയ്യ് ലഡുവാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നട്ട്സും ഒരു കിസ്മിസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലഡു ഇവിടെ ആദ്യത്തെ ലഡു ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഓരോ ലഡുവും ഇതുപോലെ ബോളാക്കി എടുക്കാം. നമ്മുടെ ലഡു ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പാൽ പേടയാണേ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് നമ്മുടെ പശുവിൻ പാൽ ചേർത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കണം. ഇനി ഈ പാലിനകത്ത് ഈ പഞ്ചസാര നല്ലപോലെ മിക്സായി വരട്ടെ. നമ്മുടെ പാലും പഞ്ചസാരയും നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മൾ ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. കുറച്ച് വീതം ഇട്ട് കൊടുക്കാവുള്ളൂ, എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ട് കട്ട കെട്ടാതെ കുറേശ്ശെ വീതം ഇട്ട് കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് ഫ്ലെയിം തീരെ ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ.
ഞാൻ നമ്മുടെ പാൽപ്പൊടി പാലിൻ്റെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് വെള്ളം വറ്റുന്നത് വരെ മിക്സ് ചെയ്യണം. ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടരുത്, കൈ വിടാതെ ഇളക്കുക. നല്ലപോലെ വറ്റി വരും. നമ്മുടെ പാല്, പഞ്ചസാര, മിൽക്ക് പൗഡർ ഇതെല്ലാം ചേർത്ത മിക്സ് നല്ല വറ്റി നല്ല കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ നല്ല വരട്ടിയെടുക്കണം. പാലിൻ്റെ നിറമൊക്കെ മാറി ഇപ്പോൾ ഒരു പേടയുടെ കളർ വന്നുകൊണ്ട് ഇങ്ങനെ വരട്ടി ഇച്ചിരി ഒരു തിക്കായിട്ട് വരണം. കരിയാതെ നോക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലാണ് നമുക്ക് അടിക്ക് പിടിക്കാതെ എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ പേടയുടെ മിക്സ് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. നമ്മുടെ പേടയുടെ മിക്സ് ഇവിടെ റെഡിയായി തണുത്ത് വന്നിട്ടുണ്ട്. പേട മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക്, അതായത് പേടയുടെ ഉണ്ടാക്കുന്ന അച്ചുണ്ട്, അതിൽ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബോളാക്കുകയാണ്. ഇതുപോലെ ബോളാക്കിയിട്ട് നടുവിൽ നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഷേപ്പിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡിയായിട്ടുണ്ട്.